അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലിപെരുന്നാളിന്റെ സുദിനം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നാം ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടുന്നത് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിക്കാതെ ഒരിക്കലും നമ്മുടെ പെരുന്നാൾ പൂർത്തിയാവൂല. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ സ്മരിക്കാതെ നമ്മുടെ പെരുന്നാൾ പൂർത്തിയാവൂല. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിക്കാതെ നമ്മുടെ പെരുന്നാൾ പൂർത്തിയാവൂല. കാരണം എന്താ? നമ്മുടെ ഈ പെരുന്നാള്, ഈ ഹജ്ജ് പെരുന്നാൾ, ഈ ഹജ്ജും എല്ലാം ടോട്ടലി കംപ്ലീറ്റ്ലി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അവിടുത്തെ പ്രിയ പത്നിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയോടും പ്രിയ പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും കടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചരിത്രമാണ് നമുക്ക് ഈ ബലിപെരുന്നാളിലൂടെ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. എങ്ങനെയുള്ള ചരിത്രം? ത്യാഗത്തിന്റെ ചരിത്രം, ത്യാഗസ്മരണയാ. അതുകൊണ്ട് ബലിപെരുന്നാളിന്റെ ഈ അവസരത്തിൽ ആ മഹാന്മാരായ പ്രവാചകന്മാർ സഹിച്ച, അവർ ചെയ്ത ത്യാഗം നാം സ്മരിക്കുകയും അവർക്ക് അല്ലാഹു നൽകിയ ഉന്നതമായ സ്ഥാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ട. അതനുസരിച്ച് ജീവിതത്തിൽ അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാൻ, ചിന്തിക്കേണ്ട സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.